ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അർജു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഒരു താറാവ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല കേട്ടോ, അമ്മ വെക്കണം. ഞാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാൻ പറ്റാണ്ടാവും. മഴ ആയതാണ്, എവിടെയും പോയി വീഡിയോ എടുക്കാനോ എവിടെ പോകാനോ ഒന്നും പറ്റില്ല. ഇപ്പം തന്നെ ഇത് വാങ്ങാൻ പോണ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര മഴയാണ്. അപ്പം ഇനി ഇതുണ്ടാക്കുക ഉച്ചക്ക് ഒരു പിടി പിടിക്കുക. അപ്പോൾ പരിപാടിയിൽ ഒരു ചെറിയ ചേഞ്ച്. അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ പോകും. തകർക്കും. ആദ്യം ഒന്ന് കഴുകിക്കോട്ടെ. നന്നായിട്ടൊന്ന് കഴുകി സെറ്റാക്കട്ടെ. അങ്ങനെ സംഭവം കഴുകി നല്ല പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട്, സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം നമ്മൾ നോക്കിയാൽ ഇത്ര മതിയോ? പോരെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. ഇനിയിപ്പം 4 വിസിൽ മതിയെന്നാണ്. 4 വിസിൽ അടിച്ച് സെറ്റാക്കില്ല. അപ്പം താറാവ് നമ്മൾ വേവിക്കാൻ വെച്ച് ആ സമയത്ത് നമുക്കുള്ള സവാള അരിഞ്ഞിട്ടില്ല. സവാള അരിഞ്ഞാൽ ചെയ്യും. സവാള അരിയുമ്പോൾ ക്യാമറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൈ കുറച്ച് സവാള ഇരിക്കും. എന്നാലും നമ്മൾ പ്രൊഫഷണൽസ് അല്ലല്ലോ, കൈ വെറുതെ കളയേണ്ട കാര്യമില്ല. പതിയെ നോക്കി അറിയട്ടെ. സവാള സവാളി തീരാറായി. കണ്ണറിയാൻ ഭയങ്കരമായിട്ട് കണ്ണറിയുന്നുണ്ട്. അതിന് തീരാറായി. കണ്ണറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അരിയാനായിട്ട് അടിപൊളിയാണ്. നല്ല രസം. സൗകര്യം പണ്ടൊന്നും മല്ലിയില ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നോന്ന് മല്ലിയില ഇല്ലാണ്ട് ഫുഡൊന്നും രസമില്ല. ഈ ടൈമിലാണ് അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട് ഏകദേശം. ഇതിലൊക്കെ സെറ്റായി. നമ്മളടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി കണ്ട് നമ്മൾ മാറ്റി വെച്ച് ഇനിയിപ്പോൾ സവാള വാട്ടാനുള്ള വെളിയിലേക്ക് ഇത് ചട്ടി നന്നിട്ട് ചൂടായി. എണ്ണ ഒഴിച്ച് സവാള ഇടാം. മൊത്തം അങ്ങ് ഇടുക കേട്ടോ. പോട്ടെ. നന്നായിട്ടൊന്ന് ഞെരടി. ഈ കിഴങ്ങും കേട്ടോ. കിഴങ്ങും എല്ലാം കൂടെ അങ്ങ് ഇടുകയാണ്.
ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടിയില്ല, പതിയെ പതിയെ വാട്ടി വെക്കാം. ഇത് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണോ. ഇത് ക്ഷമ വേണം. സവാള വാട്ടിയെടുക്കാന്ന് വെച്ചാൽ സമയം എടുക്കും. പതിയെ വാട്ടിയെടുക്കില്ല കേട്ടോ. നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിടാൻ മറന്നു വരുന്നത്. അപ്പോൾ ഈ സൈഡിൽ സവാള ഇച്ചിരി മാറ്റി വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മാത്രമേ ഇട്ടൊന്ന് എണ്ണക്കാതെ പെട്ടെന്നൊന്ന് ഇതാക്കി എടുക്കും കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഞാനായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് വാട്ടാം. ഈ സവാള വാട്ടുന്ന സമയത്തുണ്ടോ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിയെടുക്കാൻ പറ്റും. ഒരു ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും സവാള. അപ്പോൾ ഗായ്സ് നമ്മുടെ സവാള ഏകദേശം വാടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി മസാലപ്പൊടി, കുരുമുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. മസാല കുരുമുളക് വച്ചിട്ട് പിടിച്ചിരിപ്പുണ്ട്. ഇത് മൊത്തം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി ഇതും കൂടി ഒന്ന് ഇത് വാട്ടാൻ നമുക്ക് നന്നായിട്ട്. പിന്നെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് പച്ചമണം പോകുന്നത്. കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. സാധനം പെട്ടെന്ന് കരുകണം. പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. കരി വരും. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് സവാളയായിട്ടങ്ങ് മിക്സ് ചെയ്യാം. കടപ്പന പിടിച്ചാൽ മറിഞ്ഞു പോകും. ലാസ്റ്റ് ഇതെല്ലാം മറിഞ്ഞു പോകും. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാലൻസ് ഇനിയിപ്പം നമ്മൾ വേവിച്ച് വെച്ചാൽ താറാവെടുത്തിയിലേക്ക് ഇടണം. ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇതൊക്കെ വെളിയിൽ പോകും കേട്ടോ. കാരണം അമ്മാൻ്റെ ഇറങ്ങാം. താറാവ് നമ്മൾ മറച്ചു കൊടുത്തിട്ടുണ്ട്. ഇളക്കി സെറ്റാക്കട്ടെ. എല്ലാം മിക്സാക്കി സവോളയൊക്കെ നന്നായിട്ട് ഇളക്കാം. നമ്മൾ നേരത്തെ ഉണ്ടല്ലോ കുക്കറിൽ അടിക്കാൻ വെച്ച സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഉപ്പ് അങ്ങനെ കൂടിപ്പോയാൽ മൊത്തം കുളമാകും. അതുകൊണ്ടാണ് ഉപ്പ് നമ്മൾ ഈ സവാള വാട്ടിയ സമയത്ത് ഇടാൻ കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പുണ്ടെന്നാലോ ആ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പൊ ഇതൊന്ന് ഇവിടെ നിന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് സെറ്റ് ആവട്ടെ. നമ്മൾ താറാവ് നല്ല സെറ്റപ്പായിട്ട് തിളച്ച് വെന്ത് നല്ല കിടിലൻ മണമൊക്കെ ആയിട്ട് സൂപ്പറായിട്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ലാസ്റ്റത്തെ പരിപാടി കുറച്ച് മല്ലിയില, നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില കുറച്ചെടുത്തിങ്ങനെ മേളിലേക്ക് ഇങ്ങനെ വിതർന്നു. ഇങ്ങനെ വിതറി
കാണുമ്പോ തന്നെ ഒരു രസമാണ്, കഴിക്കുമ്പോ അതിലെ രസമായിരിക്കും, പൊളിയായിരിക്കും. ഈ ബൗളിലേക്ക് കുറച്ചെടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യണം. ഇതുകൊണ്ടാ നല്ല ആവി പറക്കണ, ആവി പറക്കണ താറാവ്. നമ്മൾ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കണം കേട്ടോ. ടേസ്റ്റ് ചെയ്തൊന്നും അറിയാൻ വേണ്ടി മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കഴിക്കുമ്പോൾ കാണിക്കും. ചെറിയ കഷ്ണം എടുക്കാം. നല്ല സോഫ്റ്റ്, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂടാണ് എടുക്കാൻ പറ്റത്. ചൂടാണ്. ചെറിയൊരു വേറൊരു പീസും കൊടുത്ത് കാണിച്ചു തരാം. നല്ല ചൂടാണ്. നല്ല സൂപ്പറായിട്ട് വന്നത്. ഇനിയിപ്പം ചോറ് കഴിക്കുമ്പോ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, ചോറും കറി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, ഇച്ചിരി കിള്ളി എടുക്കുന്നത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ഇച്ചിരി ചാറും കൂട്ടി ചെറിയ പീസും വെച്ചിട്ട് പൊളിയാ. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.